വടകര മൂക്കോളി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. കോഴിക്കോട് മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. ചാത്തമംഗലം സങ്കേതത്തിൽ മാവൂർ ഫയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. അനഘ ഹർഷനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനഘ, കോഴിക്കോട് ജില്ലയിലെ പൊതുവായ ഒരു അന്തരീക്ഷം ഇപ്പോൾ എങ്ങനെയാണ്? മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ? ആര്യ, ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നുള്ളതാണ്. അതൊരു ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ അപ്പോൾ പോലും ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ കോഴിക്കോട്ടെ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. പ്രത്യേകിച്ച് മാവൂർ ഭാഗത്താണ് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നത്. മാവൂരിലാണ് ഇരവഞ്ഞിപ്പുഴയും ചാലിയാർ പുഴയും ഉള്ളത്. ഈ പുഴ രണ്ടും കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കോഴിക്കോട് ജില്ലയിൽ തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ 375ഓളം കുടുംബങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ട് എന്നതാണ്. നിലവിൽ കോഴിക്കോട് മഴ മാറി നിൽക്കുകയാണ്. ആശ്വാസകരമായ അന്തരീക്ഷമാണ് ഉള്ളത്. ഇന്നലെ രാത്രിയിൽ തുടർച്ചയായി പെയ്ത മഴയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വടകര മുക്കാളി ദേശീയപാതയിലാണ് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണത്. പിന്നീട് അല്പസമയം ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ പ്രദേശത്ത് വീണ മണ്ണ് പൂർണ്ണമായും, പണി നടക്കുന്ന സ്ഥലമാണ്, പൂർണ്ണമായും മാറ്റിയിരിക്കുന്നത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഉള്ളത്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിൽ തന്നെയാണ്. ആര്യ, ശരി അനഘ.